അച്ഛനെ വേറെ ഫ്രണ്ട്സ് ആരുമില്ലേ ഡ്രൈവർ പണിക്ക്? ആരും വന്നില്ല. എന്നാ വണ്ടി ഇവിടെ ഇട്ടിട്ട് വല്ല ഓട്ടോയും പിടിച്ച് പോകൂടായിരുന്നു. That's the dad. Don't tell me he died after this. Like their last conversation was a fight. മുസ്തഫ ആരാ? പുള്ളി എൻ്റെ ഒരു സുഹൃത്താ. എന്ത് പറ്റി? So they both will go. These natural sounds that have been incorporated. Love it. Like this closure. See, now Ravi got closure. The sister got closure. Like this heaviness is lifted from, like the father got closure. The heaviness is lifted from the father's heart as well. Hey everyone, welcome to my channel guys. Hope you all are doing well, and in this video, this is gonna be a long ass video guys, because I'm gonna be watching the episode 4 as well as the finale episode of Karika's Porul. Very very excited to see how this ends, because I feel because this is a thriller mystery kind of series, I don't want to leave it at the penultimate episode. I want to know how this ends, because this one I know is going to have a bigger cliffhanger. So I cannot wait a couple of days to just, contemplate that what's going to happen next. So I decided that because I have the time, I'm just going to sit and watch both the episodes. So I don't want to delay this any further. I will watch both of them back to back and then give my overall thoughts. So yes, let us begin. Oh, black and white. അച്ഛനെ വേറെ ഫ്രണ്ട്സ് ആരുമില്ലേ ഡ്രൈവർ പണിക്ക്? ആരും വന്നില്ല. എന്നാ വണ്ടി ഇവിടെ ഇട്ടിട്ട് വല്ല ഓട്ടോയും പിടിച്ച് പോകൂടായിരുന്നു. That's the dad. നീ ഇപ്പൊ കോളേജിൽ എത്രാമത്തെ കൊല്ല? അതോ നീ ജോലിക്ക് പോവാണോ? നിങ്ങൾ എന്തിനാ എന്നെ ദത്തെടുത്ത്? എന്നാ പിന്നെ നിങ്ങൾ എന്താ എന്നോട് പറയാത്തത്? ഇത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച് തീർത്ത വിഷയമല്ലേ? പക്ഷെ എനിക്കത് തീർന്നിട്ടില്ല. എത്ര അവസരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവരോട് പറയാൻ? പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. തോന്നിയില്ലേ? ഞാൻ അറിയേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അമ്മ പറയുന്നു ഒരുപാട് തവണ എന്നോട് പറയാൻ ഒരുങ്ങിയാന്ന്. അപ്പോഴേക്കും അച്ഛനെ പേടിച്ചിട്ടാ പറയാത്തത്. ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല. പിന്നെ അവക്ക് അങ്ങനെ തോന്നിയത് എന്റെ പ്രശ്നമല്ല. ഞാൻ അതല്ലല്ലോ സംസാരിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തത്? ഞാനാണ് നിന്റെ അച്ഛൻ, അവളാണ് നിന്റെ അമ്മ. അതാണ് എന്റെ സത്യം. അങ്ങനെ എന്റെ സത്യം എന്നൊന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് എന്റെ സത്യം. These are such difficult conversations, I feel, because it's in this kind of situation. I would love to know, because it's such a difficult question, and I also kind of think about it a lot sometimes when it comes to my mind, that what is the right thing to do in this case? Do you tell the kid after a certain age that, we have adopted you? Or is it not very wise to tell the kid? Like if the parents decide that no, we don't want to tell the child. I'm sorry guys. This might happen in between because I'm still recovering, so that might be a problem. Yeah. മാത്രം നോക്കിയാൽ മതി. എനിക്ക് ഉറങ്ങാനൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഉറങ്ങിയിട്ട് കെട്ടിറങ്ങുമ്പോ തന്നെത്താൻ വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി. I muted my mic, so whenever I get a cough, I'll mute my mic. Don't tell me he died after this. Like their last conversation was a fight. ചേട്ടായി, നാളെ തൊട്ട് ഞാൻ കാണത്തില്ല കേട്ടോ. എന്താ വണ്ടി കംപ്ലൈന്റ് ആണോ? അതൊന്നുമല്ല, അതിപ്പോ ശരിയാവും. നാളെ തൊട്ട് അനിയച്ചാര് വരും. എനിക്കൊരു ജോലി കിട്ടി. അതെ. നീ നേരത്തെ പറഞ്ഞ മറ്റേ ആപ്പ് വഴിയാണോ? എൻട്രിയുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ടീം വഴിയാ കിട്ടിയത്. എന്റെ ഒരു ഫ്രണ്ടും പുറത്തോട്ട് ജോലി നോക്കുന്നുണ്ട്. നല്ലതാ ചേട്ടായി, സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ മോക്ക് വെബ്സൈറ്റ് വഴി ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും മെന്റർ സപ്പോർട്ടും ഉണ്ട്. ലൈവ് ക്ലാസ്സും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ ഉണ്ട്. ഏത് കോഴ്സ് പഠിച്ചാലും ഒരു പ്രശ്നവുമില്ല. entryelevate.com. I was wondering why hasn't it been plugged in for so long? അറിയില്ലടാ.
They did in second and this episode. തീർക്കണം. He has to. ആ കയറി വാ കയറി വാ. ഞാൻ ആൽബം ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നോക്കി കഴിഞ്ഞോ? ആ കുറെയൊക്കെ നോക്കി. ആ മുഴുവൻ നോക്കിയിട്ട് തന്നാ മതിയായിരുന്നല്ലോ. സാഞ്ചേട്ടാ ആ ദേ ഈ ഫോട്ടോ കാണുന്ന ആരാന്നറിയോ? ഓ എനിക്കറിയില്ല. ശരി, ഈ ഫോട്ടോയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം വരച്ചാരാ? ഓ അത് പണ്ട് മുസ്തഫ ചെയ്തതാവും. അവൻ ഇതുപോലെ കുറേ ദിവസം ആൽബം നോക്കി നിന്നിരുന്നു. മുസ്തഫ ആരാ? പുള്ളി എൻ്റെ ഒരു സുഹൃത്താ. ഒരു സായാഹ്ന പത്രം നടത്തിയിരുന്നു, ഈ ഇടുക്കി ടൈംസ് എന്ന് പറഞ്ഞിട്ട്. Okay. അതിൻ്റെ മുതലാളിയും റിപ്പോർട്ടറും ഒക്കെ പുള്ളി തന്നെയായിരുന്നു. ഈ പത്രം ഇപ്പോഴും ഉണ്ടോ? ഏയ് അതൊരു മഞ്ഞപത്രമായിരുന്നു, കൂട്ടിപ്പോയി. ഇത് എപ്പോഴായിരുന്നു? കുറെ മുമ്പാ. ഈ മുസ്തഫയുടെ വീട് ഇപ്പോ എവിടാ? വീട് ആനി അച്ഛനല്ലേ? ഒരു കല്യാണത്തിന് പോയി. മേരി വക്കീലോ? കൂടെ പോയി. എപ്പോ വരും? രാത്രിയാവും. എന്തു പറ്റി? So they both will go. Where did they shoot this, huh? എന്താ ആലോചിക്കുന്നേ? ഇനി എത്ര ദൂരങ്ങൾ പോകണ്ട? ഇനി ഒരു 40 കിലോമീറ്റർ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, തോമ തിരിച്ചു വന്ന അമ്മ എന്നാ ചെയ്യും. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും മുറ്റത്തളിച്ചോണ്ടിരിക്കുന്ന ചെറിയ കുട്ടിയാണ്. തോമ പോയതിനു ശേഷമാണോ മേരി വക്കീൽ ഇങ്ങനെ ആയത്? തോമ പോയതൊരു ട്രിഗറായെന്നേ ഉള്ളൂ. സ്വഭാവമൊക്കെ ഏറെക്കുറെ ഇതേപോലെ തന്നെ. ബുൾഡോസറും അല്ല, എല്ലാം ഇടിച്ചു ചേർത്തി മുന്നോട്ട് പോകും. അതാണ് ലൈഫ്. He's also laughed. ഞാൻ കുറച്ചു കാലം അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു താമസം. ആ ഞാനോട് അച്ഛൻ പറഞ്ഞു. ബന്ധുക്കൾക്കൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. ഇവരെ വലിയ സ്വത്തുവർക്കൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് പണ്ട്. ഓ അമ്മയ്ക്ക് അവകാശപ്പെട്ട തന്നെയായിരുന്നു. വസ്തുവും മുന്തിരിത്തോട്ടവും റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. കാവശ്ശേരിയിലെ മേരി റോയ്. ഇതൊക്കെ തോമ പോകുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ ഓർക്കണം. എന്നിട്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് അത് അമ്മയുടെ അപ്പച്ചൻ്റെ തറവാട് വീടാണ്. പുള്ളിയോട് കേസ് എടുത്തിട്ട് അമ്മയ്ക്ക് അത് കിട്ടുന്നത്. ഞങ്ങൾ ആ വീട്ടിലൊരിക്കലും സമാധാനത്തോടെ ഉറങ്ങിയില്ലെന്ന് ശപിച്ചോണ്ടാ പുള്ളി ഞങ്ങൾക്കത് തരുന്നത്. Oh. അങ്ങോട്ട് താമസം മാറി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് തോമ പോകുന്നത്. But I do believe that, you know, somebody's blessings or curse does get to you if it's done like with that intention. What do you think? ഞാൻ എന്താ ഇതൊക്കെ നോക്കുന്നേ? ഇതെന്താ വക്കീൽ നോട്ടീസൊക്കെ? നമ്മളെല്ലാവരും അവസാനം നമ്മുടെ അപ്പനമ്മയെ പോലെ തീരും. അതിനെ അവരെത്ര വെറുത്താലും. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് പോയേ തീരും. തോമ തിരിച്ചു വരുന്ന രവി വിശ്വസിക്കുന്നുണ്ടോ? That's what I would like to know. ഇതുവരെ കണ്ടുപിടിച്ചതോ ആരോടും പറയാതെ ഉള്ളിൽ വെച്ചതൊക്കെ കൂട്ടി വായിച്ചാ തിരിച്ചു വരുമെന്നാ ചോദിച്ചേ. Will he answer? No, he won't answer. നടന്നുണ്ടാക്കിയ ആരോഗ്യമൊക്കെ വലിച്ചൊക്കെ നശിപ്പിക്കുകയാണോ? ആര് പറഞ്ഞു? എനിക്കൊരു പുക തരുമോ? രവിയുടെ അമ്മയൊക്കെ? അമ്മ ഒരു 10 വർഷം മുന്നേ മരിച്ചു. ക്യാൻസർ ആയിരുന്നു. അപ്പൊ വീട്ടിലാരാ? ഒറ്റയ്ക്കാ. രവിയുടെ അച്ഛനൊക്കെ ആയിട്ട് അടുപ്പത്തിലല്ലെന്ന് പറഞ്ഞില്ലെന്ന്? ആ എന്നാ കാര്യം? ഡിവോഴ്സ് കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ ആയിരുന്നു. ഡിവോഴ്സിന് എന്തായിരുന്നു കാരണം? അമ്മ ചോദിച്ചു, അച്ഛൻ ഒപ്പിട്ട് കൊടുത്തു. Okay. അതെന്നെ അമ്മയുടെ കൂടെ പോകാൻ തീരുമാനിച്ചേ? തീരുമാനം എടുത്തൊന്നും ഞാനല്ല. അതെന്താ പെട്ടെന്ന് എൻ്റെ കാര്യത്തിൽ താല്പര്യം? ഓ ജേക്കബ് സാർ പറഞ്ഞു കാണും അല്ലേ? ആ ഞങ്ങളിങ്ങനെ സംസാരിക്കാനായിട്ട് എന്തോ പറഞ്ഞപ്പോ. എന്താ സിമ്പതിയാണോ?
സിമ്പതിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? എന്നെ ദത്തെടുത്ത് തിരിഞ്ഞു നോക്കിയില്ല, എന്നെ ഉണ്ടാക്കിയത് തിരിഞ്ഞു നോക്കിയില്ല. അത്ര വ്യത്യാസമേ. These natural sounds that have been incorporated. Love it. What a shot. ചേട്ടാ ചേട്ടാ അപ്പൊ നിങ്ങൾക്കറിയേണ്ടത് ഞാൻ എന്തിനാണ് ഈ ചെറുക്കനെ അന്വേഷിച്ച് കാവശ്ശേരി പോയതെന്നാണ് അല്ലേ? മേരി വക്കീല് പറഞ്ഞട്ടാ. Okay. മേരി വക്കീൽ എന്ത് പറഞ്ഞു? ഏതാണ്ട് 12 വർഷം മുമ്പാ ഞാൻ ഈ മേരി വക്കീലിനെ കാണുന്നത്. അന്നൊരു കേസുമായി ബന്ധപ്പെട്ട് അവര് ഡിസ്ട്രിക്ട് കോർട്ടിലുണ്ടായിരുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുണ്ടായൊരു ബന്ധമാണ്. ആ സമയത്ത് ടൈംസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അന്വേഷണ പരമ്പരകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചിട്ടാവണം അവരൊരിക്കൽ എന്നോട് പറഞ്ഞു അവരുടെ മോൻ്റെ കേസിനെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന്. അങ്ങനെ കുറച്ചു കാലം ഞാനും ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നു. അല്ല, ഈ പയ്യനിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? അത് ഈ പോലീസ് പറയുന്ന പോലെ മുങ്ങിപ്പോയതല്ല, സർക്കസുകാരും ഇല്ല. Okay. ആ നാട്ടിൽ തന്നെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാണും. ആ ഒരു സംശയത്തിന്റെ പുറത്ത് 1 വർഷം മുന്നേയും പിന്നെയുമായിട്ട് അവിടെ നിന്ന് നാട് വിട്ട് പോയതിനെ പറ്റി ഞാനൊന്ന് തപ്പി. അത് ഇവൻ മാത്രമായിരിക്കില്ലല്ലോ. ആയിരിക്കില്ല, പക്ഷെ കേട്ടെടുത്തോളം ഈ ചെറുക്കൻ ഇച്ചിരി വശപ്പശ പാർട്ടിയാ. ഏതോ കണക്ക് മാഷിന്റെ അനിയനോ അങ്ങനെ ഏതാണ്ടും പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല. പക്ഷെ പോയിട്ട് അവന് ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധം? ബന്ധം എന്ന് പറഞ്ഞാല് ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവിന് ഒരു ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു. ഇവനിവിടെ സഹായിയായിട്ട് വന്നതാ. അതുകൊണ്ട് തന്നെ അവന് ഈ വീടും സ്ഥലമൊക്കെ നല്ലോണം അറിയാം. എന്നിട്ട് ഇവനെ കണ്ടു കിട്ടിയായിരുന്നു? ഏതോ തല്ല് കസിപ്പെട്ട് നാട് വിട്ടു പോയി. പിന്നെ ഇവനെ പറ്റി ആർക്കും ഒരു വിവരമില്ല. ഈ കാര്യങ്ങളൊക്കെ മേരി വക്കീലിനോട് പറഞ്ഞായിരുന്നു? അവരോട് പറഞ്ഞില്ല, അവരുടെ ഭർത്താവ് തന്നെയാ ഈ തല്ലികസിന്റെ കാര്യമൊക്കെ നമ്മളോട് പറയുന്നത്. പിന്നെ എനിക്കൊരു കോറി മുതലാളിയായിട്ട് തർക്കമായി, പിന്നെ അത് കേസായി, പിന്നെ അവരാ പത്രം പൊട്ടിച്ച്. അതോടെ എല്ലാത്തോടെ ഒരു മടുപ്പായി. I feel that you get to know all of these information, like the missing information, which are also probably very key information, is when a third person comes and looks into. Like, it's very difficult to kind of get this out in the family, because the husband and wife, they don't talk. So how would she know? And he probably thought that it wasn't a significant detail. രവി, ഞാൻ അന്വേഷിച്ചായിരുന്നോ ഈ പറഞ്ഞ പയ്യൻ ദിവാകരന്റെ ഒരു അനിയനാണ്. സ്വന്തം അനിയനോ? സ്വന്തം അല്ല, വകയില് അമ്മയുടെ അനിയത്തിയുടെ മകൻ. പക്ഷെ ദിവാകരന്റെ വീട്ടിലാണ് വളർന്നതല്ല. ഈ സ്റ്റേഷനിലുള്ള പോലീസുകാരോട് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് ആർക്കും ഇവന് ഓർമ്മയില്ല. പിന്നെ എന്റെ ചെറുപ്പത്തിലേ വന്ന് ആള് വിട്ടതാ. അല്ല, അപ്പൊ അടിപിടി കേസ്? അടിപിടി കേസിനെ കുറിച്ച് ഇവിടെ ആർക്കും അത്ര അറിയത്തില്ല, റെക്കോർഡ്സും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് സംസാരിച്ചായിരുന്നു. അച്ഛനെന്തോ ചെറിയൊരു ഓർമ്മ. ദിവാകരന്റെ പോലെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഇവനും. അധികം ആരോടും മിണ്ടാറില്ല, കണ്ണി നോക്കാതെയുള്ള സംസാരം, ആകെ മൊത്തം ഒരു കളലക്ഷണം. ഇല്ല, ഇവനെ എപ്പോ തൊട്ടാ കാണാതായ? അതാ, ഈ എപ്പോ തൊട്ടാ കാണാതായ എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അത്ര നിശ്ചയമില്ല. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഇവനെ ഒരു ശ്രദ്ധിക്കുമ്പോഴാണ് ഇവൻ നാട്ടിലില്ലെന്ന് മനസ്സിലാവുന്നത്. ദിവാകരൻ എന്തേ? യൂഷമാഷാകത്തുണ്ട്, SID നാട് പിടിച്ചിട്ടുണ്ട്. അങ്ങേര് കിട്ടാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് അധികം കാലത്തേക്ക് കൂട്ടാനുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വയസ്സാം കാലത്താണ് അവൻ്റെയൊക്കെ ഒരു കളി അടുത്തി പണി. ഈ ചിരിച്ചോണ്ടിരിക്കുന്നതല്ല ഞാൻ കേട്ട കഥകളിൽ. സ്കൂളിൽ പഠിക്കുമ്പോൾ PT സാറിന് അടിച്ചതിനെ പിടിച്ച് പുറത്താക്കിയവന്. എന്താണെങ്കിലും ഞാൻ ഒന്നുകൂടെ തന്നെ അന്വേഷിക്കട്ടെ. ഇവൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള പോലീസുകാരായാലും കിട്ടുമോ നോക്കട്ടെ. ശരിയെന്നാ, കാണാം. ഓക്കെ. I wonder how he broke his hand. Like, is that part of the mystery? Now they're here. He's gonna confront. ദേവി ഇവിടെ ഉണ്ടായിരുന്നോ?
ഞങ്ങൾ തൊടുപുഴ വരെ ഒന്ന് പോയി. ഒരു പഴയ സുഹൃത്തിന്റെ മോളുടെ കല്യാണം. ദാ ആനി, ഈ ദിവാകരനൊരു അനിയനുള്ളതായി സാർ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലേ. എന്തു പറ്റി? സാർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. സേതുമാധവ് എന്നാ പേര്. Is the dad hiding something? മനസ്സിലായി, ഓർമ്മയുണ്ട്. ചെറിയൊരു Yeah, there's something there. ഇയാൾ എങ്ങോട്ട് പോയെന്നോ ഇപ്പൊ എവിടാണെന്നോ എന്തെങ്കിലും സാറിന് അറിയോ? അറിഞ്ഞൂടാ. കുറെ നാളായി കണ്ടിട്ട്. കുറെ നാളല്ല, വർഷങ്ങളായി. അപ്പൊ കഴിക്കാറേ? ആ വാരവി, കഴിച്ചിട്ട് പോ. ഇല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ആ ഒരു ദിവസം ഇവിടുന്ന് കഴിക്കാം. ഞാൻ കുറച്ച് ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വാന്നേ. രവിക്ക് എന്തെങ്കിലും കലാവാസനയുണ്ടോ? What a random question. പാട്ടോ But yeah, small ഡാൻസോ, talk. അങ്ങനെ ചിത്രം വരാ? ഇല്ല. ആനി നന്നായി പാടും. അപ്പാ നിർത്തിക്കോ. ഞാൻ വിശേഷങ്ങൾ ചോദിക്കില്ല. Small talk, yeah. നിന്നോട് പാടാൻ ഞാൻ പറഞ്ഞോ? ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. പിന്നെ മേരിയും പാടും കൊയറിലൊക്കെ പള്ളിയിൽ. ഒരിക്കൽ അച്ഛൻ പറഞ്ഞു ഇനി പാടുകയാണെങ്കിൽ പള്ളിയിൽ വരണ്ടാന്ന്. അതോടുകൂടി ഞങ്ങളുടെ ദൈവവിശ്വാസവും നിന്നു. രവി കഴിക്കോ? ഇല്ല. സിഗരറ്റ് വലിയുണ്ട്. ആ എനിക്കറിയാം, മറിഞ്ഞെന്ന് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഇവളും നല്ല സ്കോച്ച് കിട്ടിയ വല്ലപ്പോഴും രണ്ടെണ്ണം കഴിക്കും. പിന്നെ ഇടയ്ക്ക് ഓരോ വീറും. ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഞങ്ങൾക്കിവിടെ മുന്തിരിത്തോട്ടവും വയനുണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം വിറ്റു വലിച്ചു. രവിയുടെ അച്ഛൻ മദ്യപിക്കുമായിരുന്നോ? മേരി നല്ലോണം. അങ്ങനെയാ മരിച്ച്. ലിവർ സിറോസിസ് ആയിരുന്നു. അവസാന കാലങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടാക്കിയിരുന്നു. പക്ഷെ തിരിച്ചു വന്നാൽ പിന്നെയും തുടങ്ങും. അതാ ഞാൻ കുടിക്കാത്തത്. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ പോലീസുകാരുമായിട്ടും വക്കീലന്മാരായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ വളരെ അടുത്തിടപഴകുന്ന ഒരാളാണ്. ഒരാൾക്ക് പോലും രവിയുടെ അച്ഛനെ കുറിച്ച് മോശം അഭിപ്രായമില്ല. ഒരാൾക്ക് പോലും. എല്ലാവരും പറയുന്നത് രവിയുടെ അച്ഛൻ നല്ല ഓഫീസറാ, നല്ല മനുഷ്യനെന്നൊക്കെയാണ്. അതുകൊണ്ടാണ് എനിക്ക് അയാളോട് ഇത്ര ദേഷ്യം. എന്നോട് മാത്രം എന്തിനെങ്ങനെ ചെയ്തു? Well, she's being honest at least. രവിയെ കത്തുകളൊക്കെ വായിച്ചായിരുന്നോ? ഇല്ല. നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ എല്ലാം ദേഷ്യപ്പെട്ടും ശപിച്ചു എഴുതിയൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് കത്തുകളിൽ ഞാൻ ദേഷ്യപ്പെട്ടതിന് മാപ്പ് വെച്ചിട്ടുണ്ട്. ഒരുപാട് കത്തുകളിൽ താണ് കേണ് അപേക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും They did a really good job with the എന്തെങ്കിലും ഉണ്ടെങ്കിൽ music. അറിയിക്കണമെന്ന്. ഒരിക്കൽ പോലും മറുപടി ഒന്നില്ല. താങ്ക് യു ഇവിടെ വന്നതിന്. Yeah, she's very grateful. Like you can see it in her eyes. Yeah. I think when they realize it, that glimmer of hope. How is he going to solve this? കിടന്നായിരുന്നോ? ഇല്ല. എന്തേ? അല്ല, നീ എന്തോ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വട്ടുമേരി നിന്നെ കേസ് വെപ്പിച്ചോ? താനെന്താ പറയാമെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ. അതെ, നീ അന്വേഷിച്ച് കിടക്കുന്ന ഒരു ചെക്കനുണ്ടല്ലോ, ആ ചെക്കനെ കുറിച്ചൊരു കാര്യം എനിക്കറിയാം.
എന്ത് കാര്യം? Okay. 10,000 രൂപയാണ് ഞാൻ അതിന് I knew it. I knew this was coming. നീ തരണം. I knew this was coming. വട്ടുമേരിയുടെ അടുത്ത് മേടിച്ചു തന്നാലും മതി. അതും നിനക്ക് ഉപയോഗമുള്ള കാര്യമാണെങ്കിൽ തന്നാൽ മതി. ഉശ്ശ്, ഇത് കൂടുതലുണ്ടല്ലോ. വെച്ചോ. എനിക്ക് 10 മതി. ഇത് കൊണ്ട കൊടുത്ത് ബാക്കി എന്താണെന്ന് വെച്ചാൽ കയ്യോടെ നാളെ ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരും. താൻ കാര്യം പറ. കാര്യം നീ അന്വേഷിച്ച് കിടക്കുന്ന ചെറുക്കനില്ലേ, അവൻ 98 ഒരു അടിപിടി കേസിൽ പെട്ടു. He knows that. എന്ന് വെച്ചാല് മേരിയുടെ ചെക്കനെ കാണാണ്ടായിട്ട് ഒരു 7-8 മാസം കഴിഞ്ഞിട്ട് ഗൂഡല്ലൂര് വെച്ച് ഒരു തമിഴൻ ചെക്കന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ഓടി ഇങ്ങോട്ട് പോകുന്നു. Acha, after. അവന്മാര് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞു. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാനാണുള്ളത്. കേസെടുക്കുന്നതിന്റെ വക്കത്തെത്തിയപ്പോ 2 പേര് വന്ന് ഒരു വിധത്തിൽ അത് പറഞ്ഞു ഒത്തുതീർപ്പാക്കി. നല്ല കാശും കൊടുത്തു ആ കണ്ണു പൊട്ടി ചെക്കന്. നമ്മുടെ മേരിയുടെ ഭർത്താവ് ജേക്കബില്ലേ, ജേക്കബും നിന്റെ അച്ഛനും കൂടിയാണ് അന്ന് മധ്യസ്ഥത പറഞ്ഞത്. That's important information. അതിൽ പിന്നെ ആ ചെക്കനെ ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല. See, this was a great decision to react to both the episodes. This was a great decision. Okay, I'll stop this. I want to know now. It was great. So the next one, the finale, was 25 minutes long. Thank God. I knew they would end at a cliffhanger like this. I'm very happy that I decided that I want to watch both the episodes. And let's watch this one as well, and then I'll give my final thoughts. Really, cinematography and BGM, phenomenal. See, now the fourth one also was a very engaging episode for me. I think it was the third one where it kind of dwindles a little, but like I didn't feel the pinch of time also in the fourth one. Papa. Anu is so talented, man. He's just, I'm loving him in this. I love him in the serious roles. I mean, he's phenomenal in comedy, but മേരി എണീക്കുമ്പോ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. രവി പറഞ്ഞു ഒപ്പയും കൂടെ വന്നാൽ നന്നായിരിക്കുന്നു. ദിവാകരൻ ചേട്ടൻ ഇന്നോ നാളെ തിരിച്ചെത്തും. അമ്മാമ്മ വിഷമിക്കല്ലേ. അമ്മാമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അവസാനമായിട്ട് സേതുമാധനെ കണ്ടത് എപ്പോഴാ? സേതുമാധൻ എങ്ങോട്ടാ പോയെ? അമ്മാമ്മേ, അമ്മാമ്മേ. she'll choose not to. അവരൊന്നും മിണ്ടുന്നില്ല. Oh, something fell. Yeah, this I've seen in a lot of content, like older ones also. Is there something very important is always kept at the place of worship because nobody's gonna like
it's assumed that nobody's gonna touch it. But it's so ironical, na? If you're trying to hide something, you're literally like hiding it in a place where you're supposed to like atone for your sins. That's how human brain is. Human minds. Yes. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, പക്ഷെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആരുടെ? ഗൂഡല്ലൂർ ഒരു കടയുടെ ലാൻഡ് ലൈൻ നമ്പറാണ്, പക്ഷെ 10 വർഷമായിട്ട് ആരും യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോയി നോക്കാന്നാ വിചാരിക്കുന്നത്. ഗൂഡല്ലൂരിലേക്ക് ഇവിടെ എത്ര ദൂരമുണ്ട്? ഒരു 1.5 മണിക്കൂർ പോവാം. This is the conclusion. I'm wondering. അപ്പ വരുന്നില്ലേ? ഇല്ല. അപ്പക്കല്ലേ തമിഴൊക്കെ അറിയാവുന്നേ? നിങ്ങൾ പോയിട്ട് വാ. Dad's tone has changed. தம்பி, இந்த நம்பர் ഈ കടയിലാണോ? இது இது எங்க நம்பர் தான், ஆனா இது இப்போ ரன்னிங்ல இல்ல, நிப்பாட்டிட்டோம் நாங்க. இந்த ஆளை தெரியுமா? இவரு தெரியல. இவர் ஒரு மலையாளி தான். இவர் இங்க முன்னாடி இருந்த எஸ்டிடி பூத்துல அடிக்கடி கால் பண்ண வந்திருக்காரு. இங்க பாதி பேர் கேரளாக்காரங்க தான் இருந்தாங்க. எஸ்டிடி பூத்துலாம் முன்னாடியே நிப்பாட்டியாச்சு, ஞாபகம் இல்லைங்க. சரி, ஒரு கண்ணுக்கு அடிப்பட்டவர் யாராவது இங்க? கண்ணுக்கு அடிபட்டு ஒத்த கண்ணு அவரு ஒரு மாட்டுக்காரரு இருந்தாரு. எப்பயாவது ஒரு வாட்டி டீ சாப்பிட்டு இங்க வருவாரு. நீங்க ஒன்று பண்ணுங்க, பக்கத்துல மார்க்கெட் இருக்கு, அங்க போய் தேடி பாருங்க. ஓகே. அங்க இல்லைன்னா பக்கத்துல டவுன்ஸ் இருக்கு, சொர்லிப்பட்டி, ஆனப்பட்டி, உத்தமபாளையம். நீங்க அங்க விசாரிச்சு பார்த்தீங்கன்னா ஏதாவது கிடைக்கும். ஓகே. Tapri people know a lot of things. I believe in that. They observe so many people coming in. They do observe a lot of things. I am wondering, why is the dad not like, I mean, don't you guys think, like, doesn't he think that the kids are going to be a little bit doubtful of him, that okay, why is he not actively participating? How are they going to make this search? Yeah, I'm trying to put myself in that situation. Like, I'll be so clueless and lost. Like, how do you search? ഏതാണ്ട് 12,000 പേരുള്ള ടൗണാണ്. 2,000? അന്വേഷിച്ചാൽ കിട്ടും. എന്തു പറഞ്ഞാൽ അന്വേഷിക്കും?
ഒറ്റക്കണ്ണുള്ള ഒരാളുണ്ടോ നിങ്ങൾ ചോദിച്ചു നടക്കുമോ? ആ ചോദിച്ചു നടക്കണം. അയാളിപ്പോ ജീവിച്ചിരിപ്പില്ലെങ്കിലോ, അല്ലെങ്കിൽ അയാൾ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിലോ, ഇനി അതുമല്ല അയാളുടെ കണ്ണ് ശരിയാക്കിയിട്ടുണ്ടെങ്കിലോ? അതെ, എനിക്കിങ്ങനെ വേല തെരഞ്ഞെടുക്കാൻ കിടക്കാൻ കൊതിയായിട്ടല്ല, തന്റെ അനിയനെ കണ്ടുപിടിക്കാനാണ്. താൻ 2 ദിവസമായിട്ടല്ലേ നോക്കുന്നുള്ളൂ, ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് നോക്കുക. കണ്ടുപിടിക്കണം തന്നെ എനിക്കും. എന്ന് വെച്ച് എത്ര കാലം ഇങ്ങനെ നോക്കും? എത്ര കാലം ഇതിന്റെ പിറകെ ഇങ്ങനെ നടക്കും? പപ്പ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? Papa is so quiet. നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു ബുദ്ധിമുട്ടായിട്ടില്ല. ഇതിന്റെ അവസാനം എനിക്കൊരു ആവശ്യം വന്നപ്പോ എന്നോട് നിൽക്കാൻ ആരുമില്ല. The frustration is coming out. 3 വർഷം നിങ്ങൾ വളർത്തിയ മോൻ എങ്ങനെ പപ്പ 32 വർഷം നിങ്ങളോട് ചോദിച്ച മോളെ കളയരുതാന്നേ? It's valid. Her frustration is valid, man. ആനിയൊന്ന് വണ്ടി നിർത്തി. ആനിയൊന്ന് വണ്ടി നിർത്ത്. மாட்டுப்பால் வேணுமா? உன் கண்ணுக்கு என்னாச்சு? ஒரு ஆக்சிடென்ட். மாட்டுப்பால் வேணுமா? ஆக்சிடென்டா இல்லை யாராவது அடிச்சதா? இவர் தானே அடிச்ச? Oh, manifestation. Manifestation. He manifested him. Yes, so determined. പൊട്ടിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടെ ഇവൻ കാവശ്ശേരി വിട്ടത്. நீ போலீஸா? ஆனங்கி இருந்துட்டு போ, எனக்கு அதெல்லாம் கவலை இல்லை. இது யாருன்னு தெரியுமா? சேது மாதவன். சேது மாதவன் முதலாளி. Landlord. பொம்பளை போலீஸா? போல Exciting his face. நாங்க திரும்பி வரப்போ அவன் தோத்துலேருந்து வெளியே வந்தான். ஒரு மார்க்கமா இருந்தான். அவனை இதுக்கு முன்னாடி நாங்க பார்த்ததே இல்லை. அவனை நிப்பாட்டி என்ன நடந்துன்னு தான் கேட்டேன். அவனுக்கு அரை அறிவு இருக்குன்னு எனக்கு அப்ப தெரியல. கையில வச்சு இந்த கோடாரி வச்சு அஸ்ட்டு ஓட்டான். தொத்தினே போனோம் கவுசேரி வரைக்கும். அப்புறம் தான் தெரிஞ்சது அவன் போலீஸோட ஆளுன்னு. கேஸை செட்டில் பண்ணிட்டோம். உன் கண்ணுக்கு எவ்வளோ கொடுத்தா? 50,000 பேசணும், 25க்கு முடிச்சிட்டோம். அவன் கூட ஒரு போலீஸ்காரன் இருந்தான். அந்த போலீஸ்காரன் தான் அவனுக்காக வக்காலத்து வாங்கிட்டு இருந்தான். அந்த போலீஸ்காரன் ஞாபகம் இருக்கா? இல்லை. சரி, இந்த சேது மாத்திரம் இப்போ அவன் அந்த தோட்டத்தை வாங்கிட்டான். ஒரு பொண்டாட்டி ஒரு புள்ள இங்கதான் வாழ்றான். Is it that plantation? ഈ പറഞ്ഞ തോട്ടം എங்கே இருக்கு? இங்க இருந்து ஒரு 10 கிலோமீட்டர். சரி, நீ கூட வரியா? தரமான ஆட்டுப்பால் இருக்கு, வேணுமா? Bro is rich. That's his land. I'm just saying. സേതുമാധവനല്ലേ? ആ അതെ. 16-ാം വയസ്സിൽ നാട് വിട്ടുപോയ സേതുമാധവൻ എങ്ങനെയാ സേതുമാധവൻ മുതലാളിയായത്? മേരി വക്കീലിന്റെ മോൻ തോമേ, നീ എന്താടാ ചെയ്തത്?
He's gonna run now. அண்ணே நீங்க இப்ப முடிச்சிட்டு கிளம்புங்க, நாளை காலையில பார்க்கலாம். പറഞ്ഞിട്ട് പോ സേതുമാധവ. നീ വാ തുറന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. He'll make a run for it, I'm sure. സേതുമാധവ, നീ അകത്തു നിന്റെ കൂടെ ഉള്ളവരകത്തു, നിന്റെ ഭാര്യയും കുഞ്ഞും ഉൾപ്പെടെ. Like, what is Setu going to achieve by walking faster? Like, bro, they know where you live. Yo, Anu is strong. Ah, he's not letting go. Ravi 1, Setu 0. Yes. Where's the dad? Oh, finally! Yo, thank you! സോമയെ കിട്ടി. Huh? Where did he find? What did the dad do? മേരി പുറത്തേക്ക് പോയപ്പോഴോ അവൻ മുകളിലേക്ക് പോയതാ. മച്ചിൽ അങ്ങനെ ഒരു അറിയുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. മേരിക്കിപ്പോഴും അതറിയില്ല. എന്തൊക്കെയോ സൂക്ഷിക്കാനായി മേരിയുടെ പാപ്പം പണി കഴിപ്പിച്ചതാ. Oh God.
ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും Oh God, his body was rotting there. Oh, that's so sad. അവന് വേണ്ടി ഈ രാജ്യം മുഴുവൻ ഓടുമ്പോ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. That is like the saddest thing ever. Like his body was rotting in his own house. But then what? He got trapped there. Probably got trapped and couldn't, like he was probably calling out. കരഞ്ഞതാണോ? ഞങ്ങൾക്ക് വേണ്ടി വിളിച്ചു. Yeah, they'll never know. ഒരുപാടൊന്നും അനുഭവിക്കാതെ അവൻ പോയി കാണും അല്ലേ? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ സേതുവിനെ വിളിച്ചത്. മറ്റൊന്നും ഞാനപ്പ ആലോചിച്ചില്ല. മേരി മേരി വന്നിട്ടില്ല. അവൾക്കിപ്പത് താങ്ങാൻ പറ്റില്ല. But that's so wrong on his part. Why couldn't he? Like, I am not in support of father right now at all. മേരിയോടുള്ള എന്റെ സ്നേഹം കൊണ്ടാണ്. No, okay, fine, that's his POV. But no. Okay, what are your thoughts? What are your thoughts there? Like, I am not okay. Like, that's like you are robbing the mother of, this information. And the excuse that you're giving is because of your undying love for her. Then no. You had, like, you've seen her suffer all through these years, and what? ഹലോ വേണു സാറേ, ഇവിടെ ഒരു അടിപിടി കേസ്. ഗൂഡല്ലൂർ വെച്ച് ഒരു തമിഴന്റെ കണ്ണടിച്ച് പൊട്ടിച്ച കേസിൽ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. ജീവിതകാലം മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ഒന്നായിരുന്നില്ല, പറയണം തന്നെയായിരുന്നു. Oh, really? പലപ്പോഴും Clearly you haven't. പക്ഷെ പറ്റിയില്ല. മേരി രക്ഷപ്പെടുത്തിയ എല്ലാ കുട്ടികളും തോമ തന്നെയാ. എനിക്കുറപ്പാ. എന്നെ കൊണ്ടെന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ നോക്കട്ടെ. പോയോര് പോയി, ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ജീവിക്കിനി. എനിക്ക് ഏതാണോ ശരി അതാണ് എന്റെ സത്യം. Okay, so he has understood his father's POV. But, like, I'm trying to empathize, guys. I'm not kidding you. I'm really trying to empathize with the father. I am. Like, from a human perspective, I get it. Because there are things where you want to tell your loved ones and you try to tell them, you just cannot muster up the courage to say so. Like, I completely understand from that point of view. But I still, there's this inkling in my heart that no, like, this could have been resolved and the family could have gotten closure. Everybody could have gotten closure. Like, you are seeing, if you love her so much, like, the suffering that she's going through, like, you were witness to that for so many years. Like, your daughter's frustration, all of that, like, yeah, that's why I cannot, like, I'm trying to empathize, but I cannot fully. That's my point of view. That's my opinion. If you guys have a differing opinion, please let me know. മേരി പറയാറുണ്ട്, ഇന്നും അവൾ തോമയ്ക്ക് വേണ്ടി പൊരുതുമ്പോൾ ഞാൻ തോറ്റുകൊടുത്തു. ഞാൻ തോറ്റുകൊടുത്തിട്ടില്ല. ഞാനും പൊരുതുന്നുണ്ടായിരുന്നു എന്റേതായ രീതി.
like this closure. See, now Ravi got closure, the sister got closure. Like this heaviness is lifted from, like the father got closure, the heaviness is lifted from the father's heart as well. So for me, his actions are not justified. Like they're not justifiable enough. Oh God, will Mary ever find out? Please tell me that she does and she gets the closure. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, സത്യമാണ് ഏറ്റവും വലുത്. ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് ഓരോ തവണ മേരി വക്കീലിൻ്റെ കത്ത് വരുമ്പോഴും അച്ഛൻ 1000 തവണ ചിന്തിച്ചിട്ടുണ്ടാവും സത്യം പറയാമെന്ന്. ഒരായിരം തവണ ജേക്കബ് ചിന്തിച്ചിട്ടുണ്ടാവും സത്യം പറയാമെന്ന്. പക്ഷേ ഒരായുസ് മുഴുവൻ അവരൊരു കള്ളം സൂക്ഷിച്ചു. ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് അതിനുവേണ്ടി നശിപ്പിച്ചു. Not just his. ഒരുപക്ഷെ അവർ സൂക്ഷിച്ചത് ഒരു കള്ളമായിരുന്നിരിക്കില്ല, മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള ഒരു കാരണമായിരിക്കും. Well, that is his point of view. I feel Mary would have gotten some closure. I feel she was brave enough to deal with that. ലോകത്ത് 3 തരത്തിലുള്ള മനുഷ്യരുണ്ട്. Like that longing, just see, I feel the worst for her. I feel the worst for her. And now, because the father has decided not to tell, the daughter is also never going to tell this, and that secret will just be there. Of course, that's open-ended, but I'm a little pissed off right now because I feel so bad for her. അവർ പോരാടിക്കൊണ്ടേയിരിക്കും. Oh God, I feel awful for her. My heart just goes out for her right now. That is not okay. No, I do not accept this. I was going to say I accept this, but no, I do not accept this. I'm glad I finished this in one sitting. Guys, this is not okay. Like for me, in my humble opinion, this was not justifiable enough. Like I know human emotions are complicated, but I mean, he saw how the daughter reacted, right? So, I mean, now he knows he could have told his daughter. So, why not his wife? Why not his wife? Like, why would you not want to give her that closure? Why not? Is what my, like, this is, I'm talking from my point of view. If I'm sure maybe you guys have a different point of view. No, it's best for if, you know, she won't be able to handle it and this and that. I mean, if you guys have that point of view, please, I would love to read that. But from my perspective, I feel that, a lot of things, like I love that Ravi got his closure with his dad. He understood his dad's point of view and he understood that, you know, he was carrying this huge secret. The daughter now knows she has gotten some closure. She will not be as indifferent towards the family now, right? So a lot of things, like the father has someone to talk to now. Both of them can visit Thomas's grave. That's such a big that's such a big thing. Why would you not include the mother? That's all I have to say. Other than that, so that's my only gripe, probably story-wise. But it's fine. You know, it opens up avenues for having a discussion, basically. That's what's right, what's wrong. Everybody, and also kind of tells you that everything cannot happen like your way. But I'm just saying my perspective. Okay, the writers thought this was the ending that they would like to give, so they have given that. Acting-wise, I think everyone did a phenomenal job. Anu is fabulous as usual, but I think the winner here, the most standout aspect of this particular series is definitely the BGM for me and the camera work. I mean, the color grading is incredibly executed, and the BGM also, with just I loved how this was a mix of very, very beautifully composed BGM as well as extremely beautiful use of these natural sounds, because, you know, the setting is over there. So I like that. I might not agree with the ending, somebody might, but yes, this was my whole and soul review
And these were my thoughts on Poral by Karike. So now they have a sketch. I am pretty sure it's now updated with subtitles. I'll make a reaction for that soon. But you guys let me know your thoughts in the comments. I'm very interested to know. So yes, that was my reaction, and I'm gonna sign off now from this video. Hope you guys watched. I hope you guys enjoyed watching this, and I'm gonna sign off now, and I'll see you soon on my next one. Bye.